കാലിക്കറ്റ് സ്റ്റഡി ട്യൂബിൻ്റെ മറ്റൊരു വീഡിയോയിൽ അവർക്ക് സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിൻ്റെ 6th സെമസ്റ്റർ റിസൾട്ട് വന്നു. അപ്പോൾ റിസൾട്ട് വന്ന് ചെക്ക് ചെയ്തു. അപ്പോൾ അതിൽ ഏതെങ്കിലും വിഷയത്തിൽ പോയി സപ്ലി വന്നവരാണെങ്കിൽ അതിനോർത്ത് നിങ്ങളിനി വിഷമിക്കേണ്ട. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് എക്സാമൊക്കെ എഴുതിയിട്ടുണ്ട്, പക്ഷേ സപ്ലി വന്നു. പക്ഷെ കുഴപ്പമില്ല, നിങ്ങൾ എന്ത് ചെയ്യുക, റീവാലുവേഷന് കൊടുക്കുക. റീവാലുവേഷന് ഫീ കൂടുതലല്ലേ എന്ന് ഓർത്തിട്ട് കൊടുക്കാതിരിക്കുകയൊന്നും വേണ്ട. റീവാലുവേഷൻ എന്തായാലും കൊടുക്കുക. എങ്ങാനും പാസ്സാവുകയാണെങ്കിൽ പാസ്സാവട്ടെ. അപ്പോൾ റീവാലുവേഷന് കൊടുക്കുക. റീവാലുവേഷൻ ഈ മാസം മെയ് 25 വരെയാണ് ലാസ്റ്റ് ഡേറ്റ്. അപ്പോൾ നിങ്ങൾ റീവാലുവേഷന് കൊടുക്കുക. റീവാലുവേഷൻ കൊടുത്തിട്ട് റിസൾട്ട് വന്നിട്ട് പാസ്സായില്ലെങ്കിൽ നിങ്ങൾ സപ്ലി എക്സാം ഇനി അടുത്ത റെഗുലർ എക്സാം എപ്പോഴാണോ നടക്കുക അവരുടെ കൂടെ ആയിരിക്കും നിങ്ങളുടെ സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം ഉണ്ടാവുക. അപ്പോൾ അവരുടെ കൂടെ നന്നായി ഇരുന്ന് പഠിച്ച് പാസ്സാവുക. ജസ്റ്റ് പാസ്സാവൽ മാത്രമല്ല, നല്ല മാർക്കോട് കൂടിയിട്ട് പാസ്സാവുക. ഇനി കുറേ പേര് ചോദിച്ചു സപ്ലി വന്നവർക്ക് ഗ്രേഡ് കാർഡ് വരുമോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ സപ്ലി വന്നാലും നമ്മൾ കൺസോൾട്ടേഷൻ ഗ്രേഡ് കാർഡ് വരും. അപ്പോൾ അത് യൂണിവേഴ്സിറ്റി നോട്ടിഫിക്കേഷൻ വരുമ്പോൾ കൺസോൾട്ടേഷൻ ഗ്രേഡ് കാർഡ് വന്നു കഴിഞ്ഞാൽ അത് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങളുടെ കയ്യിൽ വയ്ക്കുക. നിങ്ങൾ സപ്ലി എഴുതി പാസ്സായി കഴിഞ്ഞാൽ ആ കൺസോൾട്ടേഷൻ ഗ്രേഡ് കാർഡ് വെച്ചിട്ടായിരിക്കും പുതിയ കൺസോൾട്ടേഷൻ ഗ്രേഡ് കാർഡിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുക. പിന്നെ നിങ്ങളുടെ പാസ്സായ മാർക്ക് ആഡ് ചെയ്തിട്ട് പുതിയ കൺസോൾട്ടേഷൻ ഗ്രേഡ് കാർഡും പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റും വരും. അത് വെച്ചിട്ട് നിങ്ങൾക്ക് പിന്നീട് ഒറിജിനൽ സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. റിസൾട്ട് വന്ന് ഒരു 3 or 4 വീക്സ് കഴിയുമ്പോൾ സ്റ്റുഡൻറ്റ് പോർട്ടലിൽ നിങ്ങളുടെ റിസൾട്ട് അപ്ലോഡ് ചെയ്യും. അപ്പം ആ ടൈമിൽ നിങ്ങളുടെ സ്റ്റുഡൻറ്റ് പോർട്ടലിൽ നിങ്ങൾ ID-യും പാസ്വേഡും വെച്ച് കയറിയിട്ട് അവിടെയും നിങ്ങളുടെ മാർക്ക് സെയിം ആണോ എന്ന് നന്നായിട്ട് ചെക്ക് ചെയ്യണം.